പിതാവിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാൽ സ്ഥാപിതമായ തിരുസഭയുടെ അധികാരിയായി പത്രോസിനെ നിയമിക്കുകയും പത്രോസിൻ്റെ പിന്മുറക്കാരായി തുടർന്നു വരുന്ന പരിശുദ്ധ മാർപ്പാപ്പായുടെ സ്ഥാനത്തെയും വെല്ലുവിളിക്കുകയും തിരുസഭയെ തന്നെയും മാർപ്പാപ്പായെ തന്നെയും തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, ആ സഭയെ തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നിരന്തരമായി പ്രവർത്തിക്കുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി ഓരോ ദിവസവും ഓരോരോ കുതന്ത്രങ്ങളും അക്രമപ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ വിമത വൈദികർ അനുദിനം ദൈവത്താൽ ശപിക്കപ്പെട്ടവരായി തീർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു വരവെ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറുകയും അവിടെ അക്രമങ്ങൾ നടത്തുകയും കൊലവിളി നടത്തുകയും ചെയ്തതുവഴി കൂടുതൽ ശാപം ഏറ്റുവാങ്ങിയവരും ദൈവത്താൽ ശപിക്കപ്പെട്ടവരും വിശ്വാസികളാൽ വെറുക്കപ്പെട്ടവരും സമൂഹത്തിൽ നിന്ന് ത്യജിക്കപ്പെട്ടവരുമായി തീർന്നിരിക്കുന്നു. അവർ മാത്രമല്ല, കർത്താവിൻ്റെ മണവാട്ടികളായി വ്രതമെടുത്തു വന്നിരിക്കുന്ന കന്യാസ്ത്രീകളും ഈ ക്രിമിനൽ വൈദികരാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി കർത്താവിൻ്റെ ദാസി എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ട് വൈദികരുടെ ദാസിമാരായി തീർന്ന് ദാസ്യവേല ചെയ്യുന്ന അവസ്ഥയാണിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കന്യാസ്ത്രീകൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇംഗിതത്തിന് വഴങ്ങി അവരുടെ പ്രേരണയാൽ മതിൽ ചാടാൻ വരെ തയ്യാറായിരിക്കുന്നു. ഇവരുടെ ഈ കുത്തഴിഞ്ഞ പ്രവർത്തനത്തിന് അനുവദിച്ചു കൊടുക്കുന്ന ഇവരുടെ ശ്രേഷ്ഠത്തിമാരും മദർ സുപ്പീരിയർമാരും എല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ഇവരെല്ലാവരും കർത്താവിനും സഭയ്ക്കുമെതിരായി പ്രവർത്തിക്കുകയാണെന്നുള്ള ബോധ്യം ഇവർക്കുണ്ടാകാതെ പോയത് മഹാകഷ്ടം തന്നെ. അവരും ഈ തെമ്മാടി വൈദികരുടെ ഒപ്പം ദൈവത്താൽ ശപിക്കപ്പെട്ടവരും വിശ്വാസികളാൽ വെറുക്കപ്പെട്ടവരും സമൂഹത്തിൽ നിന്നും പരിത്യജിക്കപ്പെട്ടവരുമായി മാറിയിരിക്കുന്നു.